ഫ്രണ്ട്സ്, ഹോം സൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും അതുപോലെ തന്നെ എൻ്റെ ഈ കൊച്ചു ചാനലൊന്ന് സബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ. അതുപോലെ ഈ കൊച്ചു ചാനലൊന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇന്ന് നമുക്ക് മത്തി കൊണ്ട് നല്ല അടിപൊളി ഒരു റെസിപ്പി തയ്യാറാക്കാം കേട്ടോ. നല്ലൊരു ഫിഷ് ഫ്രൈയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത്. അത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ. അപ്പോൾ അതിനായിട്ട് ഞാൻ മത്തി ഇവിടെ കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാന് നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റൗ ഓണാക്കിയിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമുക്കിതാ 2 സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടി, അതിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ മത്തിയിൽ ചെയ്തെടുക്കുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റ് മീനിലെക്കാളും ഒക്കെ മത്തിയാകുമ്പോൾ ആ ഒരു പ്രത്യേക മണവും രുചിയും ഒക്കെ കിട്ടും കേട്ടോ. ഇങ്ങനെ ചെയ്തെടുക്കും. എല്ലാ മീനും കൊള്ളാം, പക്ഷേ മത്തിക്ക് ഒരു പ്രത്യേക മണമല്ലേ. അപ്പോൾ ഇതാ ഇനി നമുക്ക് ഈ അടുപ്പൊന്ന് ഇപ്പോൾ നമ്മൾ നല്ലപോലെ പൊടിയൊക്കെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം അടുപ്പ് ഓണാക്കി കൊടുക്കുക. ഒരുപാട് തീ കൂട്ടി വെച്ച് പൊടിയൊന്നും കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറിയ തീയിൽ വെച്ച് നമുക്ക് ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം നല്ലപോലെ ഒന്ന് മൂത്ത് കിട്ടണം. അതിൻ്റെ പച്ചമണം എല്ലാം ഒന്ന് മാറി കിട്ടുന്നവരെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാനൊരു 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ചെറിയ അല്ലി. അപ്പോൾ അത് ഇതിലേക്ക് നമുക്ക് ചതച്ചതിട്ട് കൊടുക്കുക. നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം അതൊന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഒരു 6 ചുമന്നുള്ളി, ചെറിയ ഉള്ളിയില്ല, 6 ഞാൻ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചെറിയ ഉള്ളി തന്നെ ചേർത്ത് കൊടുക്കുക, സവാള ചേർക്കരുത് കേട്ടോ. സവാള ചേർത്താൽ ടേസ്റ്റ് കിട്ടത്തില്ല. ചെറിയ ഉള്ളി തന്നെ ഇതിന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സാക്കി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ചമണം എല്ലാം മാറി കിട്ടണം കേട്ടോ. അപ്പോൾ തീ കുറച്ച് വെച്ച് മാത്രം ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് 1 2 തണ്ട് കറി ലീഫും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലൊക്കെ ഇട്ട് വരുമ്പോൾ ഒരു നല്ല മണമാണ്. ഇനി ഇതിലേക്ക് 1 സ്പൂണ് നമ്മുടെ ചതച്ച മുളക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചമണം മാറി മൂത്ത് കിട്ടണം. വീണ്ടും ഞാൻ പറയുന്നത് തീ സിമ്മിലിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഒരുപാട് തീ കൂട്ടി വെക്കരുത്. ഇപ്പോൾ ഞാനൊരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിയിട്ട് പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെതാ ജ്യൂസ് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്ത് ഈ സമയം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കുക. എത്ര ഉപ്പ് വേണമെന്ന് വെച്ചാൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ആരും ലൈക്ക് തരാതെ വീഡിയോ കാണുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരണം കേട്ടോ. ഇനി നമുക്ക് കഴുകി വരഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ മത്തി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഏത് മീൻ വേണമെങ്കിലും ഇതിൽ തയ്യാറാക്കാം, പക്ഷേ മത്തിക്ക് കിട്ടുന്ന ഒരു ടേസ്റ്റ് മറ്റു മീനിൽ നിന്ന് കിട്ടത്തില്ല. മത്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കേട്ടോ. ഇതിൻ്റെ രുചിയെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇത് സംസാരിക്കുമ്പോൾ എൻ്റെ വായ്ക്കകത്ത് വെള്ളം ഇങ്ങനെ നിറഞ്ഞു വരും. അത്ര ടേസ്റ്റാണ് കേട്ടോ. ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായാലും. അതുപോലെ നമ്മൾ ചൂട് കപ്പ പുഴുങ്ങി ആ കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാനൊക്കെ വേറെ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇത് ഒരു സൈഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ഭാഗം കംപ്ലീറ്റ് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് മറ്റേ ഭാഗം അങ്ങനെ നമ്മൾ മറിച്ചും തിരിച്ചും ഇട്ടിട്ട് ഈ പുളിവെള്ളം കംപ്ലീറ്റ് വറ്റി നല്ലപോലെ നമ്മുടെ മീൻ മൊരിഞ്ഞ് കിട്ടണം കേട്ടോ. ആ സമയം വരെ നമുക്കിതൊന്ന് തിരിച്ചു മറിച്ച് ഇട്ടെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. ഒരുപാട് തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് വറ്റിപ്പോവും, ഉള്ളൊന്നും വെന്ത് കിട്ടത്തുമില്ല. അപ്പോൾ അതനുസരിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ വീണ്ടും ഞാനൊന്ന് തിരിച്ചും മറിച്ചൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മൂത്ത് കിട്ടണം. പുളിയൊക്കെ നല്ലപോലെ പിടിച്ച് പുളിയും എരിയൊക്കെ പിടിച്ച് ഇടയ്ക്ക് ആ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ഒന്ന് ജസ്റ്റ് ഒന്ന് കടിക്കാനും കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ആ ചതച്ച മുളകിൻ്റെ ഒരു ഫ്ലേവറും എല്ലാം കൂടെ ആകുമ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. ഇപ്പോൾ നമ്മുടെ മീൻ അതുപോലെ എല്ലാം നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടെടുത്താൽ നമ്മുടെ ഫിഷ് ഫ്രൈ അടിപൊളിയായിട്ടുള്ള നമ്മുടെ പുളിയൊക്കെ ചേർത്ത് തയ്യാറാക്കിയ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ തുടർന്ന് വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.